കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തെ തുടർന്ന് ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. തിരുവനന്തപുരം വിതുര ആശുപത്രിക്ക് മുന്നിലായിരുന്നു സമരം. വിതുര സ്വദേശി ബിനു ആണ് മരിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഉമേഷ്, ഈ കോൺഗ്രസിന്റെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തെ തുടർന്നാണോ ആദിവാസി യുവാവിന്റെ ദാരുണാന്ത്യത്തിന് വഴിവെച്ച സംഭവം? എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്? പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ടോ? ബിനുവിന്റെ മരണത്തിന്റെ ഉത്തരവാദികൾ സമരക്കാരാണോ? തീർച്ചയായും ജിക്ക് അങ്ങനെ പ്രാഥമികമായി തന്നെ പറയാം. കാരണം ബിനു വിതുര സ്വദേശിയാണ്. വിതുര സ്വദേശിയായ ബിനു കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിക്കുകയും അതേ തുടർന്ന് വിതുര ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഈ ആംബുലൻസിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഈ ആംബുലൻസ് തടഞ്ഞ് ഏകദേശം 20 മിനിറ്റോളം ഇവിടെ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു. ഈ ആശുപത്രിയുടെ ശോചിയാവസ്ഥ, ആംബുലൻസിന്റെ ശോചിയാവസ്ഥ എന്നിവയെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സമരം. പക്ഷേ 20 മിനിറ്റ് ഈ ആംബുലൻസ് ഡ്രൈവർ ആവട്ടെ, ഈ ബിനുവിനൊപ്പം ഉണ്ടായിരുന്ന ബന്ധു ആവട്ടെ, അവരെല്ലാം ഈ ഇതിൽ കിടക്കുന്ന രോഗിയുടെ ബുദ്ധിമുട്ട്, രോഗിയുടെ സീരിയസ് അവസ്ഥ എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ 20 മിനിറ്റോളം ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായില്ല. 20 മിനിറ്റോളം ഈ ആംബുലൻസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിക്കാനുണ്ടായത്. അതിനുശേഷം ബിനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. എന്തായാലും സമരങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമാണ്. സമരങ്ങൾ ജനാധിപത്യപരമായി നടത്തുന്നതിന് നമ്മൾ എതിരല്ല. പക്ഷേ ഇത്തരത്തിൽ ആംബുലൻസ് തടഞ്ഞുകൊണ്ടൊരു അപരിഷ്കൃത സമരം എന്ന് തന്നെ വിളിക്കാം. അതിന്റെ ഈ ആംബുലൻസിനകത്ത് ഒരു രോഗിയുണ്ട്, അടിയന്തരമായി പോവുകയാണ്. ഇതൊക്കെ സമരക്കാരെ അറിയിച്ചില്ലേ? എന്നിട്ടും അവർ അതിന് കൂട്ടാക്കാതെ ആ ആംബുലൻസ് തടഞ്ഞിട്ടു. അങ്ങനെയാണോ സംഭവിച്ചത്? തീർച്ചയായും അങ്ങനെയാണ്. ഈ ആംബുലൻസിലുണ്ടായിരുന്ന ബിനുവിന്റെ ബന്ധു വിമലുമായി നമ്മൾ സംസാരിച്ചു. വിമൽ ഈ ആംബുലൻസിലുണ്ടായിരുന്നു, രോഗിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ ആംബുലൻസ് തടഞ്ഞിട്ട് ആംബുലൻസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സമരം നടത്തുകയും സമരം നടത്തി ആ ഫോട്ടോ എടുത്ത് അത് കൃത്യമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. അതായത് തങ്ങൾ വലിയൊരു സമരം നടത്തി ഇരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. എന്തായാലും മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ തന്നെയാണ് ഈ സമരം നടത്തിയത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത.